സോ നമ്മുടെ റുബിക്സ് ക്യൂബ് നമ്മൾ പകുതി വഴി വരെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോട്ടം ലെയർ സോൾഡ് ആണ്, മിഡിൽ ലെയറും സോൾഡ് ആണ്. ഇതാണ് ഇപ്പോഴുള്ള കേസ്. ഇനി നമ്മൾക്ക് സോൾവ് ചെയ്യാനുള്ളത് ടോപ്പ് ലെയർ ആണ്, ഈ ലെയർ, യെല്ലോ ലെയർ. ഈ ലെയർ സോൾവ് ചെയ്യാനാണ് റുബിക്സ് ക്യൂബിൽ ഏറ്റവും ഡിഫിക്കൽട്ട്, ഏറ്റവും പാട് ഈ ലെയർ ആണ്. ഈ ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം നിറയെ അൽഗോരിതങ്ങളുണ്ട്. എല്ലാം പഠിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊത്തത്തിൽ ഒരു ഫസ്റ്റ് യെല്ലോ ക്രോസ് ഉണ്ടാക്കുക. നേരത്തെ വൈറ്റ് ക്രോസ് ഉണ്ടാക്കിയ പോലെ യെല്ലോ ക്രോസ് ഉണ്ടാക്കുക. അതിനുശേഷം കോർണേഴ്സ് അലൈൻ ചെയ്യുക, മൊത്തം യെല്ലോ ആക്കുക. അപ്പോൾ ടോപ്പ് ലെയർ മൊത്തത്തിൽ അലൈൻഡ് ആകും. അപ്പോഴും ഈ പാർട്ട് അലൈൻഡ് അല്ലാതെ കിടക്കും, അത് വീണ്ടും അലൈൻഡ് ആക്കണം. സോ മുകളിലുള്ള ഈ ലെയറിനെ മൊത്തത്തിൽ മഞ്ഞയാക്കുന്ന സ്റ്റെപ്പാണ് OLL അഥവാ ഓറിയന്റിങ് ദ ലാസ്റ്റ് ലെയർ. ആ സ്റ്റെപ്പിന് ശേഷമാണ് PLL എന്ന് പറയുന്നത്, പെർമ്യൂട്ടേഷൻ ഓഫ് ദ ലാസ്റ്റ് ലെയർ. അതെന്ന് പറയുന്നത് ഈ സൈഡിലുള്ള എല്ലാ പീസുകളെയും അലൈൻ ചെയ്യുന്നതാണ്. സോ നിങ്ങളിപ്പോൾ 2 ലെയർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പല പല കേസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. OLL മൊത്തത്തിൽ ഫുൾ OLL എന്ന് പറയുന്നത് മൊത്തത്തിൽ 57 അൽഗോരിതങ്ങളുണ്ട്. ഈ 57 അൽഗോരിതങ്ങളും പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ പല പല അൽഗോരിതങ്ങളുണ്ട്. ഈ മഞ്ഞ ലെയർ എങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് മൊത്തം. ഇങ്ങനെ പല പല രീതിയിൽ മഞ്ഞ നമ്മൾ താഴത്തെ 2 ലെയർ സോൾവ് ചെയ്തതിന് ശേഷം മഞ്ഞ ഇങ്ങനെയുള്ള പല പല പാറ്റേണുകളിൽ മഞ്ഞ അലൈൻഡ് ആയിരിക്കും. ഇത് മൊത്തം സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. മൊത്തത്തിൽ 57 അൽഗോരിതങ്ങളുണ്ട്. 57 അൽഗോരിതവും പഠിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു 4 കേസുകൾ നമുക്ക് എടുക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു യെല്ലോ ക്രോസ് മുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ 2 ലെയർ സോൾവ് ചെയ്തതിന് ശേഷം നമ്മളുടെ ക്യൂബ് മേ ബി 3 കേസുകളുണ്ട്. 3 കേസുകളിൽ ഒന്ന് ഇങ്ങനെയായിരിക്കാം, അതായത് സെൻട്രൽ മാത്രം മഞ്ഞ. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് ഇതാണ്, ഒരു എൽ, ഇൻവേർട്ടഡ് എൽ ആണിത്. ഇൻവേർട്ടഡ് എൽ പോലെയുള്ള ഒരു ഷേപ്പ്. ഇത് ഒരു ലൈൻ, ഒരു മഞ്ഞ ലൈൻ ഉണ്ടാകാം. ഇങ്ങനെ 3 കേസുകൾ ഉണ്ട്. സോ ഈ യെല്ലോ ക്രോസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ട അൽഗോരിതമാണ് ഇത്. FRU R', U', F'. ഇത് F തനിയെ, F' തനിയായിട്ട് ഓർത്തിരിക്കുക. സോ RU R', U', ആ ഒരു സീക്വൻസ് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. FRU R', U', F'. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ 3 കേസുകളിൽ ഏതെങ്കിലും ഒരു കേസ് വന്നാൽ ഇത് ടോപ്പ് ലെയർ, യെല്ലോ ലെയർ ടോപ്പ് ലെയർ ആയിട്ട് പിടിച്ചിട്ട് ഈ സൈഡ് ഫ്രണ്ട് സൈഡ് ആയിട്ട് പിടിക്കുക. 3 ഡയമെൻഷണൽ വ്യൂവിൽ ഇത് കാണേണ്ട ഒരു സാധനമാണ്. ഈ സൈഡ് ഫ്രണ്ട് ഫേസ് ആയിട്ട് പിടിക്കുക. സോ ഇതെല്ലാത്തിലും അങ്ങനെ ആ കേസിൽ പിടിക്കുക. എങ്കിലേ ലാസ്റ്റ് ലെയർ നമുക്ക് ഈ അൽഗോരിതം ചെയ്യുമ്പോൾ ലാസ്റ്റ് ലെയർ ഇങ്ങനെ ക്രോസ് ആയിട്ട് കിട്ടുകയുള്ളൂ. സോ പല പല എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഫസ്റ്റ് കേസാണിത്. മേ ബി ഇപ്പോൾ ഈ 3 കേസിലാണ് ഇഷ്ടംപോലെ കേസുകൾ ഉണ്ടാവാം. ഇവിടെ സെൻട്രൽ യെല്ലോ വന്നിട്ട് ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, അങ്ങനെ പല പല കേസുകളുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 57 കേസുകളുണ്ട്. പക്ഷേ ഇതെല്ലാം പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഒന്ന് ഇത് പഠിക്കുക, സെൻട്രൽ മാത്രം യെല്ലോ മീൻസ് ബാക്കി ഏതെങ്കിലും ഭാഗങ്ങളിൽ വരാം, എക്സെപ്റ്റ് ഈ ഷേപ്പുകളല്ലാതെ വേറെ ഏതെങ്കിലും ഷേപ്പുകൾ. സോ ഈ ഷേപ്പിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, അത് നമ്മൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഈ ഷേപ്പ്, ഈ പറയുന്ന 3 ഷേപ്പുകളിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് ഇവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ലൈനിൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഇവിടെയും ഈ യെല്ലോ പീസുകളുണ്ട്. ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. സോ ഞാൻ പറഞ്ഞത് ഈ കേസിൽ ഏത് ഫേസ് ഫ്രണ്ടായിട്ട് പിടിച്ചാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഈ കേസിൽ ഫ്രണ്ടായിട്ട് പിടിക്കേണ്ടത് ഈ ഫേസ് ആണ്. ഇപ്പം എൻ്റെ കേസിൽ ബ്ലൂ ആണ് ഫ്രണ്ടായിട്ട് പിടിക്കേണ്ടത്. ഈ കേസിൽ ഫ്രണ്ടായിട്ട് പിടിക്കേണ്ടത് ഇതാണ്. സോ എന്നിട്ട് വേണം ഈ അൽഗോരിതം ചെയ്യാനായിട്ട്. ഇതിൽ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഏറ്റവും അവസാനം നമ്മൾക്ക് യെല്ലോ ക്രോസ് കിട്ടും. സോ നമുക്ക് നോക്കാം. സോ നമ്മൾ എക്സാമ്പിൾസിലേക്ക് കിടക്കാം. സോ ഇത് ഞാൻ പറഞ്ഞ ഒരു കേസ്, ഒരു യെല്ലോ മാത്രം. സോ ഇത്
ഞാനിപ്പോൾ നീല എൻ്റെ ഫ്രണ്ട് ഫേസ് ആയിട്ട് പിടിക്കുന്നു. അൽഗോരിതം നമ്മൾ ചെയ്യാണ് എഫ് ആർ യു ആർ പ്രൈം യു പ്രൈം എഫ് പ്രൈം. ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് കിട്ടി. പക്ഷെ ഇത് നമ്മളുടെ എക്സാമ്പിൾസിലെ ഒരു കേസാണ്. ഏതാണ് ആ കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസാണിത്. അപ്പോൾ നമ്മൾ ക്യൂബ് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാലാണ് ഈ കേസിൽ വരുള്ളൂ. സോ ഇതാണ് നമ്മുടെ ടോപ്പ് ഫേസ് എങ്കിൽ ഇത് നമ്മുടെ ഫ്രണ്ട് ഫേസ് ആയിട്ട് പിടിക്കണം. സോ ഈ ഒരു ഇൻവേർട്ടഡ് എൽ ഈ ഷേപ്പിൽ ഇവിടെ വരുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട് ഫേസ്. വീണ്ടും നമ്മൾ അൽഗോരിതം ചെയ്യാണ് എഫ് ആർ യു ആർ പ്രൈം യു പ്രൈം എഫ് പ്രൈം. സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കേസിലേക്ക് എത്തി. ഈ കേസ് ഫ്രണ്ടിൽ ഒരു ലൈൻ വരുന്ന കേസാണ്, ടോപ്പിൽ ഒരു ലൈൻ വരുന്ന കേസാണ്. വീണ്ടും ഈ ലൈൻ ടോപ്പ് ലെയറിൽ പിടിച്ചിട്ട് ഇതായിരിക്കും നമ്മുടെ ഫ്രണ്ട് ഫേസ്. ഒന്നുകിൽ ഇത് ഫ്രണ്ട് ഫേസ് അല്ലെങ്കിൽ ഇത് ഫ്രണ്ട് ഫേസ്. എപ്പോഴും ലൈൻ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഒരിക്കലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഫ്രണ്ട് ഫേസ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അൽഗോരിതം ചെയ്യരുത്. സോ ലൈൻ ഇങ്ങനെ പിടിച്ചു, വീണ്ടും അൽഗോരിതം ചെയ്യാണ് എഫ് ആർ യു ആർ പ്രൈം യു പ്രൈം എഫ് പ്രൈം. സോ ഫൈനലി നമ്മളുടെ ക്രോസിലേക്ക് എത്തി. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ക്രോസ് മാത്രമല്ല നമുക്ക് ഒരു അഡീഷണൽ പീസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ലക്കി ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പീസാണ്. നോ പ്രോബ്ലം, ഈ പീസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് നോക്കേണ്ടത് ഈ യെല്ലോ ക്രോസ് ആണ്. യെല്ലോ ക്രോസ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. സോ നമ്മുടെ ക്യൂബ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യൂബിൻ്റെ അവസ്ഥ. താഴത്തെ 2 ലെയർ സോൾഡ്, ടോപ്പിൽ ഒരു യെല്ലോ ക്രോസ്. ഇത് കൺസിഡർ ചെയ്യരുത്. സോ നമ്മുടെ ഓറിയന്റിങ് ദ ലാസ്റ്റ് ലെയറിൻ്റെ ലാസ്റ്റ് അൽഗോരിതത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അൽഗോരിതം ഇതാണ്. ഇത് മനഃപ്പാടമാക്കണം. ഇത്തിരി പാടുള്ള അൽഗോരിതം ആണെങ്കിലും ഒരു 10-15 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനഃപ്പാടമാക്കാവുന്നുള്ളൂ. വിച്ച് ഈസ് ആർ യു ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം. സോ ഇപ്പം നമ്മൾ ഈ പറയുന്ന ക്രോസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ക്രോസ് ഉണ്ടാക്കുമ്പോൾ പല പല കേസുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 3 കേസ് പറഞ്ഞ പോലെ ഇവിടെയും യെല്ലോ ലെയർ ഇഷ്ടം പോലെ കേസ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസുകൾ ഇതാണ്. ഒന്ന്, ഇങ്ങനെ ഒരു പ്ലസ് വരാം ക്രോസ്, പിന്നെ ഇവിടെ ഒരു കോർണർ പീസ് വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരാം, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ്, അടുത്തത് ഈ ഷേപ്പ്. അങ്ങനെ ഇത്രയും ഷേപ്പുകൾ പോസിബിൾ ആണ്. ഈ ഷേപ്പുകൾ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ടോപ്പ് ലെയർ ആയിട്ട് പിടിക്കുക, ഇത് ഫ്രണ്ട് ആയിട്ട് പിടിക്കുക. എന്നിട്ട് ഈ അൽഗോരിതം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഫുള്ളി സോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു അൽഗോരിതം ഏതെങ്കിലും ഒരു ലെയർ വീണ്ടും കിട്ടും. ഇതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം വീണ്ടും ചെയ്യുക. സോ അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ഫസ്റ്റ് കേസ് ഇവിടെ ക്രോസ് തന്നെ വരാം. ക്രോസ് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രോസ് വരാം, ഇങ്ങനെയുള്ള ഷേപ്പ് വരാം, ഈ ഷേപ്പ് വരാം, ഈ ഷേപ്പ് വരാം, ഈ ഷേപ്പ് വരാം. ഇങ്ങനെ ഇത്രയും ഷേപ്പുകളുണ്ട്. ഇതിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാത്തിനും ഈ ഒരൊറ്റ ഒരു അൽഗോരിതം ആണുള്ളത്. ഈ പിടിക്കുന്ന പൊസിഷൻ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. ഇതായിരിക്കണം എല്ലാത്തിൻ്റെയും ഫ്രണ്ട് ഫേസ്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇവിടെ ക്രോസിൻ്റെ കേസാണ്. ക്രോസിൻ്റെ കേസിൽ ഇവിടെ യെല്ലോ ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ഫേസിൽ ഈ പൊസിഷനിൽ യെല്ലോ വരുന്ന വിധത്തിൽ പിടിച്ചതിന് ശേഷം വേണം ഈ അൽഗോരിതം ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ് യെല്ലോ ക്രോസ്. യെല്ലോ ക്രോസിൻ്റെ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ 2 സൈഡിൽ യെല്ലോ ഉണ്ട്, ഈ 2 സൈഡിലും യെല്ലോ ഉണ്ട്. നമ്മൾ ഈ അൽഗോരിതം ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് ഫ്രണ്ടായിട്ട് ചെയ്യരുത്. ഇത് നമ്മൾ ഫ്രണ്ടായിട്ട് പിടിക്കണം. കാരണം ഈ സൈഡിൽ ഒരു യെല്ലോ പീസ് വരും. ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ, ഈ സൈഡിൽ യെല്ലോ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഈ അൽഗോരിതം ചെയ്താൽ മാത്രമേ ഇത് സോൾവ് ആവുകയുള്ളൂ. ഇതൊരു കേസാണ്. രണ്ടാമത്തെ കേസ് ഇതാണ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇത്. ഈ കേസിൽ ശ്രദ്ധിക്കുക, ഈ ഷേപ്പ് പിടിക്കേണ്ടത് ഇങ്ങനെ തന്നെ പിടിക്കണം. ഇതായിരിക്കണം നമ്മളുടെ ഫ്രണ്ട്, ഇതായിരിക്കണം ഫ്രണ്ട്.
ഒരിക്കലും ഈ സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് എന്ന് പിടിച്ചിട്ട് ഒരിക്കലും അൽഗോരിതം ചെയ്യരുത്. അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഏത് എന്നുള്ളത് ഈ ഡയഗ്രാം നോക്കി ശ്രദ്ധിച്ച് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു കേസ് ഇതാണ് ഈ കേസ്. അപ്പോൾ ഇവിടെ ഒരു യെല്ലോ ഉണ്ട്, ഇവിടെയും ഒരു യെല്ലോ ഉണ്ട്. ഒരിക്കലും ഈ യെല്ലോ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് അൽഗോരിതം ചെയ്യരുത്. ഈ യെല്ലോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ സൈഡിലായിരിക്കണം യെല്ലോ. ശ്രദ്ധിക്കുക, ഈ സൈഡിലായിരിക്കണം യെല്ലോ. അങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ യെല്ലോ. ഓക്കെ, ഇതൊരു കേസ്. ഇത് വേറൊരു കേസാണ്. ഇതിൽ ഈ ഷേപ്പിൽ വരുന്നു. സോ എക്സാമ്പിൾ ഇതാണ്. സോ എപ്പോഴും ഈ യെല്ലോനെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ അൽഗോരിതം ചെയ്യുക. ആർ പ്രൈം യു, ആർ യു ടു ആർ പ്രൈം. പിന്നെയുള്ള കേസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഈ ഒരു കേസും കൂടെ ഞാൻ കാണിക്കാത്തതായിട്ടുണ്ട്, അത് കാണിക്കാം. അടുത്ത കേസ് ഇതാണ്. ഇങ്ങനെ ഒരു പൊസിഷൻ വരുമ്പോൾ യെല്ലോ ഈ ഭാഗത്ത് വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം വേണം അൽഗോരിതം ചെയ്യാൻ. സോ ഫ്രണ്ട് നമ്മളുടെ ഈ കേസിൽ യെല്ലോ അടുത്ത വശത്ത് വരുന്നു. ഫ്രണ്ട് ഇപ്പോൾ ബ്ലൂ ഫേസ് ആണ്, ഫ്രണ്ട് ഫേസ്. ഇങ്ങനെ ഓരോ ഷേപ്പുകളും നോക്കിയിട്ട് ഷേപ്പുകൾ റെസ്പെക്റ്റീവ് പൊസിഷനിൽ പിടിച്ചതിന് ശേഷം മാത്രം ഈ അൽഗോരിതം ചെയ്യുക. എന്തായാലും എല്ലാ അൽഗോരിതവും എല്ലാ കേസുകൾക്കും ഈ അൽഗോരിതം കാണിച്ചു തരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ തൽക്കാലത്തേക്ക് ഈ ക്രോസിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം മാത്രം കാണിച്ചു തരാം. ഇതേ കേസ് തന്നെ എല്ലാത്തിനും റിപ്പീറ്റ് ചെയ്യുക. ഇതിലേതെങ്കിലും ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരു കേസ് വന്ന് വീഴാൻ സാധ്യതയുണ്ട്. സോ അതിൻ്റെ അൽഗോരിതം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഇതാകട്ടെ നമ്മുടെ ഒരു എക്സാമ്പിൾ. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്താൽ മതി. സോ ഇവിടെ നമുക്കൊരു ക്രോസ് ഉണ്ട്. യെല്ലോ പീസസ് ഇവിടെ ഞാൻ പറഞ്ഞു യെല്ലോ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്. ഇനി നമുക്ക് അൽഗോരിതം ചെയ്യാം. ഇറ്റ് ഈസ് ആർ യു ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം. സോ ഇപ്പോൾ നമ്മൾ നോക്കുക, നേരത്തെ പറഞ്ഞ ഒരു കേസിലേക്ക് ഇത് വന്നു കഴിഞ്ഞു. ഈ ഒരു ഷേപ്പ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഫ്രണ്ടായിട്ട് പിടിക്കേണ്ടത്. വീണ്ടും അതേ അൽഗോരിതം ആവർത്തിക്കുക. ഇങ്ങനെ നിങ്ങൾ എത്രത്തോളം ചെയ്യേണ്ടി വരുമോ അത്രയും ചെയ്യുക. മേ ബി ഒരു 2 തവണ 3 തവണയൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. സോ ഇതിപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതൊരു സ്റ്റെപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾവ് ആവും. ഫുള്ളി നമുക്ക് യെല്ലോ ലെയർ കിട്ടും. ആർ യു ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം. സോ ഫുള്ളി സോൾഡ് ആയിട്ടുള്ള യെല്ലോ ലെയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇതേ രീതി എല്ലാത്തിനും ആവർത്തിക്കുക. ഈ പല കേസുകൾ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. സോ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് ഓറിയൻറ്റിങ് ദ ലാസ്റ്റ് ലെയർ OLL അത് കഴിഞ്ഞു. അടുത്തത് PLL.